സഹാബത്ത് എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിരുന്നത്? ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയാണെങ്കിലും ഒരേ പ്രായമാണ്, 1-2 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. കണ്ടാൽ ആരാണ് വലുത് ചെറുത് എന്നറിയില്ല. ഒപ്പം കളിച്ചു നടന്നവരാണ്. ആ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, അന്ത അക്ബറു അം റസൂലുള്ളാഹ്, നിങ്ങളാണോ പ്രായത്തിൽ വലുത് അതല്ല റസൂലുള്ളാഹിയാണോ? കണ്ടാ ഒരുപോലെ തോന്നും. എളാപ്പയാണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഒരേ പ്രായമാണ്. അന്ത അക്ബറു അം റസൂലുള്ളാഹ്, നിങ്ങളാണോ വലുത് അതോ അല്ലാഹുവിന്റെ റസൂലോ? ഒരൊറ്റ വാക്കിൽ മറുപടി പറയാം, അന അക്ബറു എന്ന് പറയാം, ഞാനാണ് പ്രായത്തിൽ വലുത് എന്ന്. പക്ഷെ അക്ബറിന് വേറെ അർത്ഥമുണ്ട്, മഹാൻ എന്ന അർത്ഥമുണ്ട്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ആദരണീയനായ എളാപ്പയായിരുന്നിട്ട് പോലും മഹാനവറുകൾ നൽകിയ മറുപടി എന്താണെന്നറിയോ? ഹുവ അക്ബറു വലാകിന്നി ഉലിതു ഖബ്ലഹു, വലുത് റസൂലുള്ള തന്നെയാണ്, പക്ഷെ ആദ്യം പ്രസവിക്കപ്പെട്ടത് തന്നെയാണ്. ഇതിന്റെ പേരാണ് അദബ്, ബഹുമാനം എന്ന് പറയുന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുറൈശിയല്ലേ, എല്ലാ മഹത്വം ഒരുമിച്ച് കൂടി മഹാനല്ലേ, റസൂലുള്ളാഹിയുടെ എളാപ്പയല്ലേ. അതൊക്കെയാണെങ്കിലും നുബുവത്തിന്റെ ഒരോരത്തെത്താൻ ഇതിനൊന്നും യോഗ്യതയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ പദപ്രയോഗത്തിൽ പോലും അങ്ങനെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് പറയുന്നു, ഹുവ അക്ബറു, വലുത് അല്ലാഹുവിന്റെ റസൂൽ തന്നെ. മഹാൻ എന്ന അർത്ഥമുണ്ടല്ലോ അക്ബറിന്, പ്രായത്തിൽ വലുത് എന്ന അർത്ഥമുണ്ട്, ശരി. പക്ഷെ ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്, ആ ഒരു അദബ് കേട് പോലും വരരുത്. ഹുവ അക്ബറു, വലുത് മഹാൻ അല്ലാഹുവിന്റെ റസൂലായ എന്റെ മോൻ മുഹമ്മദ് നബി തന്നെ. എന്നാൽ വലാകിന്നി ഉലിതു ഖബ്ലഹു, അവരുടെ മുമ്പ് പ്രസവിക്കപ്പെട്ടത് തന്നെയാണ്. ഇങ്ങനെ പഠിച്ച ഒരു അദബുണ്ട്, ഇങ്ങനെ ഒരു ഇസ്ലാം കാത്തു സൂക്ഷിച്ച ഒരു പൈതൃകമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. ഇതിനെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നതാണ് ഈമാനിന്റെ സംരക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. വേറെ കുറെ താടി ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. താടി വേണ്ട എന്നല്ല ഈ പറഞ്ഞത്. സ്കാരം വേണം, നോമ്പ് വേണം, താടി വേണം, നെരിയാണിക്ക് മേലെ ഉടുക്കണം, ഒക്കെ വേണം. പക്ഷേ ഇതൊക്കെ ബാഹ്യമായ തഖ്വയാണ്. ഖൽബിന്റെ തഖ്വ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിനെയും അല്ലാഹു ബഹുമാനിച്ചവരെയും അവർക്ക് കൊടുക്കേണ്ടുന്ന ആദരവും ബഹുമാനവും അതേ അർത്ഥത്തിൽ നൽകിക്കൊണ്ട് അവരോടുള്ള ബഹുമാനത്തെ കാത്തു സൂക്ഷിക്കുകയും അതിനനുസരിച്ചുള്ള അദബോടുകൂടെ അവരോടുള്ള കാര്യങ്ങളെ ഒക്കെ ചെയ്യുക, പെരുമാറുക എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് നമ്മുടെ പൂർവികർ കാണിച്ചു തന്നത്. ആ ഒരു പൈതൃകത്തെ കാത്തു സൂക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ്. പുത്തനാശയക്കാർ കടന്നു വരുമ്പോൾ പലതരത്തിലുള്ള ആശയങ്ങൾ കടന്നു വരും. പ്രത്യക്ഷത്തിൽ നമുക്ക് എന്താണ് അതിന് തെറ്റ് എന്ന് തോന്നും, നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അവിടെയാണ് നമുക്ക് പണ്ഡിതന്മാരുടെ ആവശ്യം. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മഹത്വം അതാണ്. ഏതെങ്കിലും ഒരാൾ പറയുന്നതല്ല നമ്മൾ എടുക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രഗത്ഭരായ 40 മുഷാവറ മെമ്പർമാർ, അവരെ പോലെയുള്ള മഹത്തുക്കളായ 40 പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി ഏതൊരു വിഷയം വന്നാലും, ആരും തെറ്റിദ്ധരിക്കേണ്ട, ഏതൊരു വിഷയം വന്നാലും ഒരാളുടെ അഭിപ്രായവും അവിടെ നടപ്പിലാവുകയില്ല. ഈ 40 പണ്ഡിതന്മാർ ആ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായി വിശകലനം ചെയ്ത് ചർവണം നടത്തി അതിന് പഠിക്കാൻ ഒരു സമിതിയെ നിശ്ചയിച്ച് അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തി ചിലപ്പോൾ 2-3 മുഷാവറ അതിനു വേണ്ടി കൂടി അതിനുശേഷം മാത്രമേ എന്ത് വിഷയമാണെങ്കിലും അതിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു തീരുമാനമെടുക്കൂ. അത് ജനങ്ങൾക്കറിയാം, കേരളത്തിലെ പണ്ഡിതന്മാർക്കറിയാം, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് സമസ്ത ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ നന്മ പറയാൻ നിൽക്കാറില്ല. എന്റെ അഭിപ്രായം ചിലപ്പോൾ മറ്റൊന്നായിരിക്കാം, പക്ഷേ എനിക്ക് തെറ്റുപറ്റാം, ആർക്കും തെറ്റ്. പക്ഷേ തെറ്റുപറ്റാൻ ഏറ്റവും കുറവ് സാധ്യത ഈ പണ്ഡിതന്മാരും ഒക്കെ കൂടി എടുത്ത തീരുമാനം അത് തെറ്റാണെന്നും എന്റെ ഒറ്റപ്പെട്ട അഭിപ്രായം ശരിയാണെന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ആ ഒരു നമ്മുടെ ഒരു അത്താണി, ദീനീ വിഷയത്തിലുള്ള അത്താണി, അതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ ജമിയത്തുൽ ഉലമ മുജാഹിദ് പ്രസ്ഥാനം വന്നപ്പോൾ തബ്ലീഗുകാരെ കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നി എന്താ അവർക്ക് കുഴപ്പം. അവർ വന്നപ്പോൾ അങ്ങനെ പല കള്ള തരീഖത്തുകൾ വന്നപ്പോൾ പ്രത്യക്ഷത്തിൽ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ ഓരോ വിഷയത്തിലും വളരെ കൃത്യമായി അല്ലാഹുവിനെ മുൻനിർത്തി ചർച്ചകൾ നടത്തിക്കൊണ്ട് മാത്രമേ തീരുമാനമെടുക്കാറുള്ളൂ. ഇതുവരത്തെ ചരിത്രം അങ്ങനെയാണ്, ഇനിയും അങ്ങനെ തന്നെ അതിന് പോകാൻ കഴിയുകയുള്ളൂ. അതിന്റെ ബറക്കത്ത് കൊണ്ട്, അതിന്റെ ആ ഒരു ഹിഫ്ദ് കൊണ്ട് നമുക്ക് എന്തായി, പലരും മോശമാണെന്ന് സമസ്ത പറയുമ്പോൾ നമുക്ക് മനസ്സിലാവാറില്ല. പിന്നീട് കാലഘട്ടം തെളിയിക്കാറാണ് നമ്മുടെ ഈമാനിനെ നമുക്ക് സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഈ സമസ്ത ഇവിടെ നേരിട്ടില്ലെങ്കിലും അതിന്റെ പ്രവർത്തകർ ഇവിടെയുണ്ട്. കേരളത്തിലാണെങ്കിലും അതിനെ ഓരം പറ്റി നിൽക്കുന്ന കർണാടകയിൽ ഞങ്ങൾ ചെന്നപ്പോ നമ്മുടെ സ്ഥാപനമുണ്ട്. അവിടെ ചെന്ന് തിരിച്ചു വരുമ്പോൾ എനിക്കൊരു പള്ളി കാണിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഈ പള്ളി ഉണ്ടാക്കിയത് വൈലിത്തറ മുഹമ്മദ് മുസ്ലിയാർ എന്ന് വയൽ പറഞ്ഞിട്ടാണ്. കർണാടകയിൽ പള്ളി ഉണ്ടാക്കാൻ കേരളത്തിൽ ആലിമ്യങ്ങൾ പോയിട്ടാണ്. അതിന് തറക്കല്ലിട്ടത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയാണ്. അത് ഉദ്ഘാടനം ചെയ്തത് ഇന്ന തങ്ങളാണ്. ഏതാണ്ട് പേര് പറഞ്ഞു ഓർമ്മയില്ല. ഇങ്ങനെ ഈ ഓരം പറ്റി നിൽക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഒരു അത്താണി, ഒരു ബോഗിയിൽ കിടന്നിറങ്ങുന്ന ഒരു ട്രെയിൻ യാത്രക്കാരെ പോലെയാണ് നമ്മൾ. ശക്തമായ ഒരു എഞ്ചിൻ നമുക്കുണ്ട്. ആ എഞ്ചിൻ കുതിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. നമുക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാം. ഈമാനിന്റെ കാര്യം നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ, നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ ആദർശത്തിന്റെ കാര്യം അവർ നോക്കിക്കൊള്ളും. അവർ പറഞ്ഞതനുസരിച്ച് സുഖമായി കിടന്നുറങ്ങാനുള്ള ഒരു മനസ്സമാധാനമുള്ള ഒരു വിഭാഗമാണ് നമ്മൾ ഈ മലയാളികൾ. അല്ലാഹു നിഅമത്ത് നിലനിർത്തി തരുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സൂറത്തുൽ ഇസ്രാ കുറച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം.
സൂറത്തുൽ ഇസ്രാ എന്ന പേരിൽ ഒരു സൂറത്തുണ്ടല്ലോ. സൂറത്തുൽ ഇസ്രാ എന്ന് പറയുന്ന സൂറത്തിലെ അൽ കഹ്ഫ് സൂറത്തിന്റെ തൊട്ട് മുമ്പത്തെ സൂറത്താണ്. ആ സൂറത്തുൽ ഇസ്രാ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുന്നത്. പിന്നെന്താ സൂറത്തിൽ പറയുന്നതെന്ന് അറിയോ? ആതൈനാ മൂസൽ കിതാബ വജഅൽനാഹു ഹുദൽ ലിബനി ഇസ്രായീൽ. പിന്നെ പറയുന്ന ആയാത്തുകൾ മുഴുവനും മൂസാ നബിയെ സംബന്ധിച്ചാണ്, ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ചാണ്. ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഓരോറ്റ ആയത്താണ് ഇസ്രായേലിനെ സംബന്ധിച്ചത്. എന്നാ പേരോ സൂറത്തുൽ ഇസ്രാ. എന്താ കാരണം? എന്താണ് കാരണം? ഈ ഒരൊറ്റ ആയത്താണ് റസൂലുള്ളാഹിയുടെ ഇസ്രായിനെ സംബന്ധിച്ചുള്ളത്. പിന്നീട് തൊട്ടടുത്ത ആയത്ത് ആതൈനാ മൂസൽ കിതാബ വജഅൽനാഹു ഹുദൽ ലിബനി ഇസ്രായീൽ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് വന്നു പോയ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വിശദമായ പഠനമാണ് നടത്തുന്നത്. പിന്നെ അതിനുശേഷം ചില ഉപദേശങ്ങൾ മുഅ്മിനീങ്ങൾക്ക് നൽകുന്നുമുണ്ട്. എന്നാൽ ഇസ്രായിലിനെ സംബന്ധിച്ച് നേരിട്ട് സ്പർശിക്കുന്ന ഒരൊറ്റ ആയത്താണ്. എന്തിനാണെന്ന് അറിയോ? റസൂലുള്ളാഹിനെ പഠിക്കേണ്ടത് മറ്റ് അമ്പിയാക്കളോട് താരതമ്യ പഠനം നടത്തിയിട്ടാണ്. മൂസാ നബിയെ പഠിക്ക്, മൂസാ നബിയെ പഠിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ പഠിക്ക്. അപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുക. തൊട്ടടുത്ത് പറയുന്നത് മൂസാ നബിക്ക് നമ്മൾ കിതാബ് കൊടുത്തു എന്നാണ്. ആ ചരിത്രം നിങ്ങൾക്കറിയാലോ. വവഅദ്നാ മൂസാ 30 ലൈല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ തൗറാത്ത് നൽകുന്നതിന്റെ മുന്നോടിയായി 30 ദിവസം റിയാദ വീട്ടാൻ അല്ലാഹു മൂസാ നബിയോട് കൽപ്പിക്കുന്നു. പോരാ, 30 കൊണ്ട് മതിയായില്ല, 10 ദിവസം കൂടി വേണം. അള്ളാഹു നിശ്ചയിച്ച ഒരു നിശ്ചിത സ്ഥലത്ത് നിശ്ചിത മൗഇദിൽ അവിടെ ചെന്ന് തൗറാത്ത് ഏറ്റുവാങ്ങുക എന്നതാണ് ദൗത്യം. അതിലും വലിയ ദൗത്യമൊന്നുമില്ല. ആ ദൗത്യം നിർവഹിക്കണമെങ്കിൽ മൂസ, നിങ്ങൾ ആദ്യം 30 ദിവസം നോമ്പും മറ്റ് കർമ്മങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങൾ അതിന് തയ്യാറാവേണ്ടതുണ്ട്. പോരാ, 30 പോരാ, പിന്നെയും 10 ദിവസം വേണം. 40 രാത്രികളിലായി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ലിഖാഇന് വേണ്ടി തയ്യാറെടുക്കുന്നു. അതാണ് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അതിന്റെ വിശദീകരണങ്ങളാണ്. എന്നാൽ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈല, അല്ലാഹു പറയുന്നു, അല്ലാഹു എത്ര മഹോന്നതനാണ്, എത്ര വലിയ പരിശുദ്ധനാണ്. അസ്റാ, രാപ്രയാണം നടത്തി, ബിഅബ്ദിഹി, ആ അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമയെ രാപ്രയാണം നടത്തി എന്നാണ് അസ്റയുടെ അർത്ഥം. അസ്ര എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അർത്ഥം. പിന്നെന്തിനാ ലൈലൻ എന്ന് പറഞ്ഞത്? അവിടെയാണ് പോയിന്റ്. ലൈലൻ, ഒരു രാത്രിയുടെ ഏതാനും നിമിഷം. 30 ദിവസത്തിന്റെ 40 ദിവസത്തിന്റെ റിയാദ ആവശ്യം വന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പോകുന്നത് തൂർ സീനാ പർവ്വതങ്ങളിലേക്കല്ല, 7 ആകാശങ്ങളെ ഭേദിച്ചുകൊണ്ട്, സിദ്റത്തുൽ മുന്തഹയെയും ഭേദിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു നിശ്ചിത സ്ഥലം അല്ലാഹു നിശ്ചയിച്ചു, ഒരു നിശ്ചിത അവസ്ഥ നിശ്ചയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയൂ. ഇനി ഒരടി ഞാൻ മുന്നോട്ട് നീങ്ങിയാൽ ഞാൻ കരിഞ്ഞു പോകും. പ്രകാശമുണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കുകളുടെ നേതാവാണ് ഈ പറയുന്നത്. ഇനി ഒരടി മുന്നോട്ട് നീങ്ങിയാൽ ഞാൻ കരിഞ്ഞു പോകും. അങ്ങ് മുന്നോട്ട് പോയാൽ അങ്ങക്ക് എല്ലാ ഉജുബുകളെയും ഭേദിച്ചുകൊണ്ട് ഹിജാബുഹു നൂർ, അല്ലാഹുവിന്റെ ഹിജാബ് പ്രകാശമാണ്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ലൗ കശഫഹു ലഅഹറഖത സുബ്ഹാത്തു വജ്ഹിഹി മൻതഹാ ഇലൈഹി ബസറു, ആ പ്രകാശത്തിന്റെ മറയങ്ങാനും നീങ്ങിയാൽ അല്ലാഹുവിന്റെ പ്രഭാകിരണങ്ങൾ ഈ ലോകത്തെ കരിച്ചു കളയും എന്നാണ്. അതിനെ ഭേദിക്കാൻ ഒരു മഖ്ലൂഖിന് സാധ്യമല്ല. ജിബ്രീൽ പറയാണ്, ഇനി ഒരു ഉന്മുല, ഒരു വിരൽ, ഒരു വിരൽ ഖദർ ഞാൻ മുന്നോട്ട് നീങ്ങിയാൽ ഞാൻ കരിഞ്ഞു പോകും. തങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ ഈ ഹിജാബുകളൊക്കെ ഭേദിച്ചുകൊണ്ട് തിരുസന്നിധിയിലെത്താൻ കഴിയും. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ദിവസത്തിന്റെ തയ്യാറെടുപ്പ് പോലും വേണ്ട. ലൈലൻ, ഒരു രാത്രിയുടെ ഏതാനും നിമിഷങ്ങളിൽ ഇതെല്ലാം സംഭവിച്ചു. അതിന്റെ മുന്നേ ഒരു 30 ദിവസമോ 40 ദിവസമോ വേണ്ടി വന്നില്ല. അതാണ് സയ്യിദുൽ ഖൽഖ് അഷ്റഫുർ റസൂൽ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ആരാ റസൂലുള്ളാഹ്? ആ ഒരൊറ്റ വാക്കിൽ നിന്ന് റസൂൽ ആരാണെന്ന് മനസ്സിലായില്ലേ? കൂടുതൽ പറയേണ്ട ഒരൊറ്റ ആയത്ത്. ആ ആയത്തിലെ ഓരോ വാക്കുകളെയും വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് തള്ളിപ്പോകും. ഹബീബായ റസൂലുള്ളാഹ് ആരാണെന്ന് നമുക്ക് പിടുത്തം കിട്ടാത്തൊരവസ്ഥ വരും. ആ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ, ആ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ആ റസൂലുള്ളാഹിയുടെ സദസ്സിലിരിക്കുമ്പോൾ ഗാമികളൊക്കെ കാണിച്ചൊരു ബഹുമാനമുണ്ട്, ആദരവുണ്ട്. ആ ആദരവ് നിലനിർത്തുക, അതാണ് നിർബന്ധമായിട്ടുള്ളത്. അതിനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഊന്നൽ നൽകുന്നത്. അതിന്റെ അടിസ്ഥാനപരമായ വിഷയം അവിടെയാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചക്കും നമുക്ക് നിന്നുകൊടുക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു സംഭവമാണ് ഇസ്ലാം. ഞാൻ വല്ലാതെ നീട്ടിപ്പരത്തി പറയുന്നില്ല, ഒരുപാട് പ്രാസംഗികന്മാരുണ്ട്. ഞാൻ ഒരു സൂചനകൾ നൽകിയെന്നേ ഉള്ളൂ. ആരാണ് അല്ലാഹുവിന്റെ റസൂൽ?
لو ناسبت قدره آياته عظما أحيا اسمه حين يدعى دار الرمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لو ناسبت قدره إمام بوصيري തങ്ങൾ പറയുകയല്ലേ لو ناسبت قدره آياته عظما أحيا اسمه حين يدعى دار الرمم അല്ലാഹുവിന്റെ റസൂലിന് റസൂലിന് അല്ലാഹുവിന്റെ അടുത്തുള്ള സ്ഥാനമാനങ്ങൾ, ആ സ്ഥാനമാനങ്ങളോട് യോജിക്കുന്ന വിധത്തിലുള്ള, അതിനോട് മുനാസിബാകുന്ന വിധത്തിലുള്ള മുഅ്ജിസത്തങ്ങാനം അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുത്തിരുന്നുവെങ്കിൽ മുഹമ്മദ് എന്ന പേര് കേട്ടാൽ ഖബറിൽ ദ്രവിച്ചു കിടക്കുന്ന എല്ലാം കഷ്ടങ്ങൾ ഹയാത്ത് വെച്ച് പുറത്തു വരുമായിരുന്നു. അത്രമേൽ മഹാനാണ് അല്ലാഹുവിന്റെ റസൂൽ. പക്ഷെ അതൊന്നും അല്ലാഹു കൊടുത്തിട്ടില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. അല്ലാഹുവിന്റെ ഹബീബാണ്, അല്ലാഹുവിന്റെ റസൂലാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ദൃഷ്ടാന്തങ്ങൾ കൊടുത്തു. അതിന്റെ അപ്പുറം ഇവിടെ ആവശ്യമില്ല. യഥാർത്ഥത്തിലുള്ള മഹത്വത്തിനനുസരിച്ചുള്ള ആയാത്തുകളെ കൊടുത്തിരുന്നുവെങ്കിൽ റസൂലുള്ളാഹിന്റെ പേര് ഹയാത്താക്കും. ആ പേര് വിളിക്കപ്പെട്ടാൽ ദ്രവിച്ചു കിടക്കുന്ന എല്ലും പൊടികളൊക്കെ ഹയാത്തായി വരും. നിങ്ങൾക്ക് എന്താ അത്ഭുതം തോന്നുന്നുണ്ടോ? റസൂലുള്ള ചാരി നിന്ന മരത്തിന് ഹയാത്തുണ്ടായില്ലേ? റസൂലുള്ള കയറിയ ഉഹദ് പർവ്വതം വിറച്ചില്ലേ? ഉഹദ് പർവ്വതം നിങ്ങൾ കണ്ടിട്ടില്ലേ? പലരും ഇല്ലെങ്കിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ കാണാലോ. ആ ശക്തമായ നീണ്ടു കിടക്കുന്ന പർവ്വത നിരകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇവർ നാലുപേരും ഉഹദ് പർവ്വതത്തിന്റെ മുകളിൽ കയറി. ഫറജഫ ബിഹിം ഉഹദ്. ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഉഹദ് കിടുകിടാ വിറച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയാ ഉഹദ് കിടുകിടാ വിറക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്തു? കാലൊന്ന് കുത്തി ഒരൊറ്റ ചവിട്ടാണ്, മേലെ ഒരു ചവിട്ടം കൊടുത്തിട്ട് പറഞ്ഞു ഉസ്കുൻ യാ ഉഹദ് ഫമാ അലൈക ഇല്ലാ നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. ഉഹദേ അടങ്ങി നിൽക്ക്, ഒതുങ്ങി നിൽക്ക്. ഇതിന്റെ മുകളിലുള്ളത് ആരാണെന്ന് ഓർക്കണം. അത് ഒന്ന് റസൂലാണ്, ഒന്ന് സിദ്ദീഖുൽ അക്ബറാണ്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്, ഒന്ന് നമ്മളിവിടെ കിടക്കുന്ന ഉബൈദുല്ലാഹ് തങ്ങളുടെ വല്ലിപ്പയാണെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരുടെ മദദിലും ശഫാഅത്തിലും അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ഒന്ന് സിദ്ദീഖുൽ അക്ബറാണ്, വശഹീദാൻ രണ്ട് രക്തസാക്ഷികളാണ്. ആരാണത്? ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം ഷഹീദാവാണ്. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു അങ്ങനെയുള്ള മഹാന്മാരാണ്. അതുകൊണ്ട് അച്ചടക്കം പാലിക്കുക, അദബ് വിടല്ലേ. എന്താണ് ഈ കുലുങ്ങിയത്? എന്താണ് ഈ കുലുങ്ങാനുള്ള കാരണം? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തന്നെ റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂലുള്ളാഹി യുദ്ധം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. അകലെ നിന്ന് ഉഹദ് പർവ്വതം ഇങ്ങനെ കണ്ടു. തല ഉയർത്തി നിൽക്കാണല്ലോ ഉഹദ് പർവ്വതം. അപ്പോ നമ്മളിപ്പോ ഗൾഫിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ പുറത്തെവിടെയൊക്കെ പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ അകലെന്ന് വാപ്പാനെ എയർപോർട്ടിൽ നിന്നോ മറ്റോ ഇങ്ങനെ കാണുമ്പോൾ കുട്ടികൾ കാണും, അതാ വരുന്നു വാപ്പാന്റെ സന്തോഷം പ്രകടിപ്പിക്കുമല്ലോ. എന്ന പോലെ റസൂലുള്ളാഹി ഉഹദിന് ഏതാനും ദിവസം മദീനയിൽ നിന്ന് മാറി നിന്നിട്ടുള്ളൂ. റസൂലുള്ളാഹി ഉഹദിനെ അങ്ങോട്ട് കണ്ടപ്പോൾ ഹാദാ ജബലു ഉഹദ്, അതാ കാണുന്നു ഉഹദ് പർവ്വതം. ജബലുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു, എനിക്ക് വലിയ ഇഷ്ടമാണ്, അതിന് ഇനിയും വലിയ ഇഷ്ടമാണ്. ആ ഉഹദിലെ ഒരു മൺതരിയായിരുന്നെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ആ ഉഹദിലെ ഒരു കൽത്തരിയായിരുന്നെങ്കിൽ നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ആ പർവ്വതം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അതിനെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹാധിക്യത്താൽ ആ പുണ്യ കാൽപാദം ഒന്ന് ചുംബിക്കാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ഉഹദ് പർവ്വതം. ആ ശുഭമുഹൂർത്തം കിട്ടിയപ്പോൾ, ചിരകാലാഭിലാഷം പൂവണിഞ്ഞപ്പോൾ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ആനന്ദ നൃത്തം ചവിട്ടി, സന്തോഷാധിക്യത്താൽ എല്ലാം മറന്നുകൊണ്ട് ഡാൻസ് ചെയ്തു എന്ന്. അപ്പോൾ റസൂലുള്ളാഹി അത് മനസ്സിലാക്കിയിട്ട് പറയാ, അതൊക്കെ ശരി, നിന്റെ സന്തോഷം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ എന്നാലും അതബ് വിടരുത്. അതാ പറഞ്ഞത് ഉസ്കുൻ, അടങ്ങി നിൽക്ക്. അലൈക, നിന്റെ മുകളിലുള്ളത് ഒന്ന് നബിയാണെന്ന് ഓർക്കണം. നബിമാരോടുള്ള ഏത് ഘട്ടത്തിലും അത് വിടാൻ പാടില്ല. ഒന്ന് സിദ്ദീഖുൽ അക്ബറാണ്, ഒന്ന് രണ്ട് രക്തസാക്ഷികളാണെന്ന് ഓർക്കണം എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഹയാത്താവും, അതൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഖൽബാണ് ഇനി ഹയാത്താവും. നമ്മുടെ ഖൽബ് ഹയാത്താവണം. നമ്മുടെ ഖൽബ് ഈമാൻ കൊണ്ട് ചൈതന്യവത്താവണം. അതിനെന്താ വേണ്ടത്? നമ്മുടെ ഖൽബിൽ റസൂലുള്ളാഹി ഉണ്ടാവണം. ശരീരം കൊണ്ട് റസൂലുള്ളാഹിയുടെ ഒപ്പം ഇരിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയില്ല. സ്വർഗ്ഗത്തിൽ അല്ലാഹു അത് നമുക്ക് നൽകുമാറാവട്ടെ. എന്നാൽ അതിൽ നിരാശപ്പെടേണ്ടതില്ല. ഞാൻ ഏറ്റവും എന്റെ അടുത്ത്, ഞാൻ എല്ലാ മോമിനിനോടും ഏറ്റവും അടുത്തവനാണ്. ഐനമാക്കാനു, അവർ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും. പക്ഷെ ഖൽബ് അങ്ങോട്ട് തിരിയണം എന്ന് മാത്രം. നാം മദീനയിലിരിക്കെ നമ്മുടെ ഖൽബ് എവിടെയെങ്കിലും ആണെങ്കിൽ ആ ഇരുത്തം കൊണ്ടൊരു കാര്യമില്ല. നാം ഇവിടെ ദ്വീപിലിരിക്കെ നമ്മുടെ ഖൽബ് മദീനയിലാണെങ്കിൽ നമ്മുടെ ഇരുത്തം വലിയ ഇരുത്തമാണ്. ആ ഖൽബിൽ റസൂലുള്ളാഹിനെ നിറക്കാൻ നമുക്ക് കഴിയണം. എപ്പോഴും ആ ദിക്ർ നമുക്കുണ്ടാവണം. സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഇസ്രാ മിഅ്റാജിന്റെ അന്ന് മാത്രം ഇങ്ങനെ ഒരുമിച്ച് കൂടിയാൽ പോരാ. ഇവിടെ 3 ഓഫീസുകൾ, സ്വന്തം ഓഫീസ് SKSSFിനുണ്ട്. ഇത്രയും സംവിധാനങ്ങളുണ്ട്. വേറെ 2 ഓഫീസ് സ്വന്തമല്ലെങ്കിലും വാടകയ്ക്കുണ്ട്. ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ആഴ്ചക്കൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടി ഒരു മൗലിദ് ഓതി ഒരു 2 ഹദീസ് റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ടത്, റസൂലുള്ളാഹിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടത് ഒന്ന് പറയണം.
അതൊരു ഡോസാണ്. നമ്മൾ ഇടക്കിടക്ക് പെട്രോൾ പമ്പിൽ പോയി വണ്ടിയിൽ ഡോസ് പിന്നെ ഇന്ധനം നിറക്കുമല്ലോ എന്ന പോലെ ഖൽബിന് കൊടുക്കാനുള്ള ഡോസാണത്. അതവിടെ നിലനിൽക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ഖൽബിനെ ശക്തിപ്പെടുത്തണം. റസൂലിനോടുള്ള ഒരു ബന്ധം നമുക്ക് സുദൃഢമാക്കാൻ കഴിയണം. ഒരു ദിവസം ചുരുങ്ങിയത് കുറച്ച് സലാത്ത് ചെല്ലാനെങ്കിലും നമുക്ക് കഴിയണം. സലാത്ത് വർദ്ധിപ്പിക്കുന്നവർക്ക് സ്വർഗത്തിൽ അവർ എന്റെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. സലാത്ത് വർദ്ധിപ്പിക്കണം. ഈ വർദ്ധിപ്പിക്കൽ എത്രയും വർദ്ധിപ്പിക്കാം. എന്നാൽ ചില ആരിഫീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ വർദ്ധിപ്പിക്കലിന്റെ ഏറ്റവും ചെറിയ രൂപം 300 സലാത്തെങ്കിലും ചെല്ലലാണ്. 300 സലാത്തെങ്കിലും ചെല്ലിയാൽ മുക്സിരീങ്ങളുടെ ഏറ്റവും അതിന്റെ സി ആയിരിക്കും, അല്ലെ ഡി ഒക്കെ ആയിരിക്കും. അതിന്റെ തന്നെ B+ഉം B ഉം A+ഉം ഒക്കെ ഉണ്ടാവും. ഉയർന്ന ഡിഗ്രികൾ ഉണ്ടായിരിക്കും. 3000 ചെല്ലുന്നത്, ലക്ഷങ്ങൾ ചെല്ലുന്നവരുണ്ടായിരിക്കും. നമ്മൾ ഒരു 300 സലാത്തെങ്കിലും മുറിയാതെ ചെല്ലുമെന്ന് ഈ ഒരു മിഅ്റാജിന്റെ രാത്രി എന്നും ചെല്ലുമെന്ന് ശപഥം ചെയ്തുകൊണ്ട് നമ്മൾ പിരിയണം. അത് ഇന്ന് തന്നെ നടപ്പിലാക്കുമെന്ന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.